മരക്കുരിശിനെ എന്തിനാണ് ഇപ്പൊ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? ഈ അമിക്കിന്റെ ഈ വരവിൽ എന്തോ പന്തികേടുണ്ടെന്നാണ് ഞമ്മക്ക് തോന്നുന്നത്. കുറെ ട്രോളുകളും കാര്യങ്ങളും വരുന്നുണ്ട്. ചേച്ചിയെ കുറിച്ചല്ല, അഖിൽമാരെ കുറിച്ചിട്ട്. അഖിൽമാരെ കുറിച്ചിട്ട് അല്ല, പുള്ളിക്കാരൻ കുറെ ഈ നെഗറ്റീവ് പബ്ലിസിറ്റി ഒക്കെ വന്നോണ്ടാണോ ശരിക്കും തോറ്റെന്ന് ചേച്ചിക്ക് തോന്നുന്നുണ്ട്? ചേച്ചിയുടെ ഒരു 6-6 അടി ആഴത്തിൽ നമുക്ക് ഒരു കുഴി എടുക്കണം. എല്ലാവർക്കും അയാളുടെ തനി സ്വഭാവം മനസ്സിലായതുകൊണ്ട് അതാണ് വോട്ടിൽ പ്രതിഫലിച്ചതെന്നാണ് എനിക്ക് തോന്നുന്നത്. അത്രേ ഉള്ളൂ. അന്ന് മനസ്സിലായില്ല, ഇന്ന് എല്ലാവർക്കും മനസ്സിലായി. ഇപ്പൊ UDF ഫ്ലാഷ് ബാക്ക്. റിപ്പോർട്ടർ ചാനലിലെ അരുൺകുമാറിന് എന്റെ വാർത്ത ഞാൻ മുന്നിലാണെന്ന് വായിക്കുന്ന നിമിഷത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ഓർമ്മ വരുന്നില്ല ഈശ്വര. നീ കിടന്ന് ഉരുളൊന്നും വേണ്ട ഇക്കാര്യമേ, എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അഖിൽ രാജ് എന്ന അഖിൽ മാരാർ 10,000 വോട്ട് പോലും തിരിച്ചു പിടിച്ചിട്ടില്ല എന്നുള്ള കാര്യമാണ് ഇപ്പോൾ. നിനക്കിത് വരണം. പണ്ടേ എത്താത്ത കൊമ്പിൽ ഊഞ്ഞാല് കെട്ടി ആടാനാണല്ലോ നിനക്ക് മോഹം. 9,161 വോട്ടുമായി 3-ാം സ്ഥാനത്താണ്. താഴെ നിന്ന് മുകളിലോട്ട് പോകുമ്പോൾ 1-ാം സ്ഥാനത്താണ് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് നീ എന്തിനാണ് റോട്ടിൽ കൂടെ പോണ ഏണിയൊക്കെ പിടിക്കണത്? നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ടിട്ട്. എല്ലാവർക്കും അയാളുടെ തനി സ്വഭാവം മനസ്സിലായതുകൊണ്ട് അതാണ് വോട്ടിൽ പ്രതിഫലിച്ചതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാര്യത്തിൽ എനിക്ക് നിന്നോട് യാതൊരു സഹതാപവും ഇല്ല. അത്രയ്ക്ക് നീ ഇവിടെ കിടന്ന് അഹങ്കരിച്ചില്ലേ? അഖിലിനെ തോപ്പിച്ചെന്നാ ഞങ്ങളുടെ മനസ്സിൽ. ഞാനൊരു ചെണ്ടയാണെന്നാ ഇവിടെ ഉള്ളൊരു വിചാരം. എല്ലാരും വന്ന് ഇടക്കിടക്ക് കൊട്ടും. ഭയങ്കര സന്തോഷമുണ്ട് എനിക്കിങ്ങനെ കേൾക്കുന്നത്. തീർച്ചയായിട്ടും. സത്യം പറഞ്ഞ വിഷമം കൊണ്ട് ചത്താലോന്ന് വരെ തീരുമാനിച്ചതാ. അയ്യോ, എന്നിട്ട് എന്ത് പറ്റി? മരിച്ച പോസ്റ്റ്മോർട്ടം ചെയ്യലൊന്ന് പേടിച്ചിട്ടാ. ചക്ക ചെയ്ഞ്ഞു. ഏത് മരവും ഒരു ദിവസം വീണല്ലേ പറ്റൂ. ചെയ്തു കൂട്ടിയ ദുഷ്ടതയ്ക്ക് കിട്ടി എന്ന് കൂട്ടിയാ മതി. അന്ന് മനസ്സിലായില്ല, ഇന്ന് എല്ലാവർക്കും മനസ്സിലായി. ഇപ്പൊ UDF ഈ ശവത്തി ഞാൻ ഇനിയെ കുത്തും. എന്നെ അത്രയ്ക്ക് കുത്തിയിട്ടുണ്ടവൻ. എന്നാ ഞാനോട് വിട വാങ്ങട്ടെ തമ്പി സാർ.